ഹായ് ഗൈസ്, ക്രിസ്മസ് എക്സാമോടുകൂടി പകല് പോലെ വ്യക്തമായ ഒരു കാര്യമാണ് ഇതൊരു ടെസ്റ്റ് ഡോസ് മാത്രമായിരുന്നു എന്നുള്ളത്. ഇനി വരാൻ പോകുന്ന മോഡലിൻ്റെയും പബ്ലിക് എക്സാമിൻ്റെയും ക്വസ്റ്റ്യൻ പേപ്പർ ഡിഫിക്കൽട്ട് ഏറിയതായിരിക്കുമെന്നുള്ള ഒരു ബിഗ് സിഗ്നൽ കൂടി നമുക്ക് ലഭിച്ചു കഴിഞ്ഞു. നിങ്ങൾ ആലോചിച്ച് നോക്ക്, ക്രിസ്മസ് എക്സാമിൻ്റെ എല്ലാ സബ്ജക്റ്റിൻ്റെ കേസിലും മുൻ വർഷങ്ങളിൽ റിപ്പീറ്റഡ് ആയിട്ടുള്ള ചോദ്യങ്ങൾ എക്സ്പെക്ട് ചെയ്ത പോയ നമ്മളെടുത്ത് ആ ചോദ്യങ്ങൾ ചോദിക്കാതിരുന്നു. അതും മനഃപൂർവ്വം അല്ലേ. ന്യൂമറിക്കൽ ചോദ്യങ്ങളുടെ എണ്ണം കൂട്ടുകയും ഓരോ ന്യൂമറിക്കലിൻ്റെയും ഡിഫിക്കൽട്ടി എന്ത് ചെയ്തു, കൂട്ടുകയും ചെയ്തു അല്ലേ. NCERT ടെക്സ്റ്റ് ബുക്കിലെ എക്സാമ്പിൾസും NCERTയിലെ ലൈൻ ബൈ ലൈൻ കാര്യങ്ങൾ പോലും നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടു തുടങ്ങി. ഇതിൽ നിന്നെല്ലാം വ്യക്തമാണ് ക്വസ്റ്റ്യൻ പാറ്റേൺ മാറിക്കഴിഞ്ഞു. എക്സാമിൻ്റെ തലേ ദിവസം ഒരു ലൈവ് കണ്ട് ഈസിലി പ്രെഡിക്റ്റ് ചെയ്യുന്ന ചോദ്യങ്ങൾ മാത്രം നിങ്ങൾ ഇനി എക്സ്പെക്ട് ചെയ്യരുത്. അങ്ങനെ എക്സ്പെക്ട് ചെയ്യുകയാണെങ്കിൽ ഒരിക്കലും നിങ്ങൾക്കൊരു മികച്ച മാർക്കിലേക്ക് എത്താൻ പറ്റില്ല എന്നുള്ള കാര്യം പകല് പോലെ വ്യക്തമാണ്. ഈ ഒരു സംഭവത്തിൽ മാറ്റങ്ങൾ എപ്പോഴും നല്ലതാണ്. എന്നാൽ ഈ മാറ്റത്തിനനുസരിച്ച് മാറാൻ കേരളത്തിലെ കുട്ടികൾ പ്രിപ്പയർഡ് അല്ല എന്നുള്ളത് ഒരു സങ്കടകരമായ കാര്യമാണ്. ഈ ഒരു വികാരം നിങ്ങൾ ചാറ്റ് ബോക്സിലോ അല്ലെങ്കിൽ ഏത് വീഡിയോയുടെ കമൻറ്റ് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാകും. ചില കമൻറ്റ്സ് ഞാൻ അവിടെ ചേർത്തിട്ടുണ്ട്. ഒരു കുട്ടി പറയുന്നത് കഷ്ടപ്പെട്ട് ഉറക്കമിളച്ച് പഠിച്ചുപോയ കാര്യം വന്നില്ലെന്ന് സങ്കടപ്പെട്ട് നോക്കുമ്പോഴാണ് മനസ്സിലാവുന്നത് അവർ പഠിച്ച പല ചോദ്യങ്ങളുടെയും അല്ലെങ്കിൽ ആ കൺസെപ്റ്റിൽ നിന്നുള്ള കാര്യങ്ങളുണ്ടായിരുന്നു. പക്ഷെ എല്ലാം ഇൻഡയറക്റ്റ് ചോദ്യങ്ങളായിരുന്നു. കുട്ടിക്ക് ആൻസർ ചെയ്യാൻ പറ്റിയില്ല. എത്ര പേർക്ക് ഇതേ വികാരം ഉണ്ടായിരുന്നു? മറ്റൊരു കുട്ടി പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം, ഓണം എക്സാം ഈസി ആയിരുന്നു, ക്രിസ്മസ് എക്സാം കുറച്ച് ഡിഫിക്കൽട്ടി കൂടി, അപ്പോൾ പബ്ലിക് എക്സാം ഉറപ്പായിട്ട് പണി തരുന്നുള്ള ഒരു പേടി കുട്ടികളുടെ എല്ലാവരുടെ മനസ്സിലുണ്ട്, ഒരു സ്ട്രെസ് ഉണ്ട്. അല്ലെങ്കിൽ മറ്റൊരു കുട്ടി പറയുന്ന പോലെ ഈ മാറ്റങ്ങളെല്ലാം അഫക്റ്റ് ചെയ്യാൻ പോകുന്നത് എന്നെപ്പോലുള്ള ആവറേജ് സ്റ്റുഡൻസിനായിരിക്കും, അല്ലെങ്കിൽ ബിലോ ആവറേജ് സ്റ്റുഡൻസിനായിരിക്കും. ഈവൻ ക്ലാസ്സിലെ ടോപ്പേഴ്സിന് പോലും ഇപ്പം എന്ത് ചെയ്തിട്ടുണ്ട്, പബ്ലിക് എക്സാമിനെ ആലോചിച്ചിട്ട് ഉറക്കം നഷ്ടപ്പെട്ടിട്ടുണ്ട്. അതിലൊരു സംശയവുമില്ല. ഇതിൻ്റെ സൊല്യൂഷൻ എന്താണെന്നുള്ള കാര്യത്തിൽ പലരും കൺഫ്യൂസ്ഡ് ആണ്. സ്കൂളുകളിൽ ഇനി ആകെ കുറഞ്ഞ ദിവസങ്ങളെ ക്ലാസ്സുകളുള്ളൂ. ഈ സമയം കൊണ്ട് അഡീഷണൽ ടോപ്പിക്സും ഈ ഒരു മാറ്റങ്ങളും എങ്ങനെ പഠിപ്പിക്കുന്നുള്ള കാര്യത്തിൽ ടീച്ചേഴ്സും പാരൻസും വറീഡാണ്. ഞങ്ങളും കൂടി ഒന്ന് ആലോചിച്ചു. അപ്പോഴാണ് കഴിഞ്ഞ വർഷം നിങ്ങളെ സീനിയേഴ്സ് ആയിരുന്ന കുട്ടികൾക്ക് കേരളം കണ്ട ഏറ്റവും മികച്ച റിസൾട്ട് നേടിക്കൊടുക്കാൻ ഞങ്ങളെ ഹെൽപ്പ് ചെയ്ത ഞങ്ങളുടെ ബൂസ്റ്റർ ബാച്ച് ഈ ഒരു മാറ്റങ്ങൾ കൂടി അനുസരിച്ച് മോഡിഫൈ ചെയ്ത് നിങ്ങൾക്ക് വേണ്ടി ലോഞ്ച് ചെയ്യാൻ ഞങ്ങൾ തീരുമാനം എടുത്തത്. അതുകൊണ്ട് മക്കളെ, കേരളം പഠിക്കട്ടെ എന്ന ടാഗ് ലൈനോട് കൂടി എഡ്യൂപോർട്ട് +1 +2 കുട്ടികൾക്കായിട്ട് ബൂസ്റ്റർ ബാച്ച് ഈ വരുന്ന ഡിസംബർ 28 ലോഞ്ച് ചെയ്യാണ്. ഈ ഡിസംബർ 28 ലോഞ്ച് ചെയ്യുന്ന ഈ ഒരു ബാച്ചോട് കൂടി ഞാൻ നേരത്തെ പറഞ്ഞ എല്ലാ പ്രശ്നത്തിനും സൊല്യൂഷൻ ഈ ഒരു ബാച്ചിലുണ്ട്. അങ്ങനെയാണ് ഞങ്ങൾ ഇതിനെ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇതിൽ റെക്കോർഡ് ക്ലാസ്സസും ലൈവ് ക്ലാസ്സസും ഉണ്ടാവും. ഇതിൽ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സത്യസമമായി പറയുകയാണെങ്കിൽ ഞങ്ങൾ ഇതിൻ്റെ റെക്കോർഡിങ്സ് കംപ്ലീറ്റ് തീർത്തതായിരുന്നു. എന്നാൽ ക്വസ്റ്റ്യൻ പാറ്റേൺ മാറിയതുകൊണ്ട് കംപ്ലീറ്റ് റെക്കോർഡിങ്ങും ഈ ഒരു പുതിയ പാറ്റേൺസിനനുസരിച്ച് ഞങ്ങൾ മാറ്റി നൽകിയിട്ടുണ്ട്. അപ്പോൾ പുതിയ രീതിയിലുള്ള ക്ലാസ്സുകളായിരിക്കും നിങ്ങൾക്ക് ഈ ഒരു ബാച്ചിൽ ലഭിക്കുക. ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ, ഡെയിലി നമ്മളൊരു ചാപ്റ്റർ വെച്ച് തീർക്കും. ആൻഡ് ഫെബ്രുവരി 2nd വീക്ക് ആകുമ്പോഴത്തേക്കും നമ്മൾ കംപ്ലീറ്റ് സിലബസ് ഈ ഒരു ബാച്ചുകാർക്ക് കംപ്ലീറ്റ് ചെയ്യും. അതുകൊണ്ട് നിങ്ങൾ 0-ൽ നിൽക്കുന്ന കുട്ടികളാണെങ്കിലും ഈ ബാച്ച് മതി നിങ്ങൾക്ക് ഫെബ്രുവരി 2nd വീക്ക് ആകുമ്പോഴത്തേന് കംപ്ലീറ്റ് സിലബസ് കഴിക്കാൻ. ആൻഡ് ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ കാര്യം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ പ്രൈസ് തന്നെയാണ്. എല്ലാവർക്കും അഫോർഡബിൾ ആയിരിക്കണം എന്നുള്ള ഒരു നിർബന്ധം ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു. ആൻഡ് അതുകൊണ്ട് 2499 രൂപയാണ് ഇൻക്ലൂഡിങ് GST ഞങ്ങൾ ഇതിനു വേണ്ടി ആകെ ചാർജ് ചെയ്യുന്നുള്ള കാര്യം. എഡ്യൂപോർട്ടിൻ്റെ ബാച്ചിൽ ജോയിൻ ചെയ്ത കുട്ടികൾക്ക് ഓൾറെഡി ഇത് അവൈലബിളും ആയിരിക്കും. അക്കാര്യത്തിൽ നിങ്ങൾ പേടിക്കും വേണ്ട. ഇനി നിങ്ങൾ ഇതുവരെ ഒരു ബാച്ചിലും ജോയിൻ ചെയ്യാത്ത കുട്ടികളാണെങ്കിൽ ഈ ബാച്ചിൽ ജോയിൻ ചെയ്യാനായിട്ട് നിങ്ങൾ ആകെ ചെയ്യേണ്ട കാര്യം, താഴെ ഒരു പിൻഡ് മെസ്സേജിൽ ഒരു ലിങ്ക് ഉണ്ടാവും. ആ ലിങ്ക് ക്ലിക്ക് ചെയ്യുക. ആ ലിങ്ക് ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, നിങ്ങളെ ഗൂഗിൾ പേ പേയ്മെൻറ്റ് നടക്കുന്ന ഫോൺ ആണെങ്കിൽ മാത്രമേ നിങ്ങൾ കണ്ടിന്യൂ ചെയ്യേണ്ട കാര്യമുള്ളൂ. അല്ലെങ്കിൽ ആ ലിങ്ക് എടുത്ത് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ പാരൻസിൻ്റെ ഫോണിലേക്ക് ഫോർവേഡ് ചെയ്യുക. എന്നിട്ട് മാത്രം ഈ പറഞ്ഞ സ്റ്റെപ്പുകൾ ചെയ്യുക കേട്ടോ. അപ്പോൾ ആ ലിങ്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഈ ബൂസ്റ്റർ ബാച്ചിൻ്റെ ഈ ഒരു പേജിലോട്ട് പോകും, ലാൻഡിംഗ് പേജിലോട്ടും. അവിടെ നെക്സ്റ്റ് അടിച്ച് കഴിഞ്ഞാൽ നിങ്ങളെ ഡീറ്റെയിൽസ് ഫില്ല് ചെയ്യാനുണ്ടാവും. നിങ്ങളെ പേരും നിങ്ങളെ ഇമെയിൽ ID നിങ്ങൾ കൊടുക്കുക. ആ ഒരു ഇമെയിൽ IDയിലേക്കായിരിക്കും ഇതിൻ്റെ ഇൻവോയ്സ് ബില്ലായിട്ട് വരിക. അതേപോലെ ഫോൺ നമ്പർ നിങ്ങൾ കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കുക, ഈ ഒരു നമ്പർ OTP വരുന്ന വർക്കിംഗ് ആയിരിക്കുന്ന ഒരു ഫോൺ ആയിരിക്കണം. ഈ നമ്പറിലായിരിക്കും നമ്മുടെ എഡ്യൂപോർട്ട് ആപ്പ് അൺലോക്ക് ആവുക. അപ്പോൾ വർക്കിംഗ് ഫോൺ നമ്പർ കൊടുക്കാൻ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നീട് നിങ്ങൾ ക്ലാസ്സും സ്ട്രീമും സെലക്ട് ചെയ്യുക. ഫീസ് ഇവിടെ ഓൾറെഡി ഡിഫോൾട്ടായിട്ട് സെറ്റ് ആയിട്ടുണ്ട്. നെക്സ്റ്റ് കൊടുത്തു പോവുക. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഗൂഗിൾ പേ ഉള്ള ഫോണിലേക്ക് നിങ്ങൾ ഇത് ചെയ്തതിന് ശേഷം മാത്രം പ്രൊസീഡ് ചെയ്യുക. എന്നിട്ട് പേ കൊടുത്തു കഴിഞ്ഞാൽ നേരെ എന്ത് ചെയ്യും, ഗൂഗിൾ പേയുടെ പേയ്മെൻറ്റിലോട്ട് പോകും. അപ്പോൾ അവിടെ ബാക്കി പേയ്മെൻറ്റും കാര്യങ്ങളും ഡീറ്റെയിൽസ് ആസ് യൂഷ്വൽ നിങ്ങൾ ഏത് പേയ്മെൻറ്റ് നടത്തുന്ന പോലെ തന്നെ മുന്നോട്ട് പോവുക. അവിടെ നിങ്ങൾ പേയ്മെൻറ്റ് നടത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി കംപ്ലീറ്റ് ആയിട്ട് മെസ്സേജ് വരും. ഇവിടെ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഇതുവരെ എഡ്യൂപോർട്ടിൻ്റെ ആപ്പ് ഡൗൺലോഡ് ചെയ്യാത്ത കുട്ടികളാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ ആ വർക്കിംഗ് ഫോൺ നമ്പറുള്ള ആ ഒരു ഫോണിൽ നിന്ന് എഡ്യൂപോർട്ടിൻ്റെ ആപ്പ് പ്ലേ സ്റ്റോർ ആണെങ്കിൽ പ്ലേ സ്റ്റോർ, നിങ്ങൾ ഐഫോൺ ആണെങ്കിൽ ആപ്പ് സ്റ്റോറിൽ പോയിട്ട് ഡൗൺലോഡ് ചെയ്തിട്ട് ഇൻസ്റ്റാൾ ചെയ്യുക. OTP ഏത് നമ്പറിലായിരിക്കും, നിങ്ങൾ ഇവിടെ കൊടുത്ത് ഈ നമ്പറിലേക്കായിരിക്കും വരിക. അപ്പോൾ അതിൽ നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആപ്പിൽ ഓൾറെഡി ഡിഫോൾട്ടായിട്ട് അൺലോക്ക് ആയിട്ടുണ്ടാവും. നിങ്ങൾക്ക് ബൂസ്റ്റർ ബാച്ച് ഡിസംബർ 28 നമ്മൾ ഷെഡ്യൂൾ സ്റ്റാർട്ട് ചെയ്യും.
ആൻഡ് ഇനി എന്തെങ്കിലും നിങ്ങൾക്ക് ഈ ഒരു പ്രോസസ്സിൽ സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു നമ്പറിൽ നിങ്ങൾക്ക് എപ്പോഴും വിളിച്ചിട്ട് സംശയങ്ങളും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് തീർക്കാം കേട്ടോ. അപ്പോൾ മക്കളെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ജോയിൻ ചെയ്യുന്ന കുട്ടികൾക്ക് മാത്രമാണ് ഈ ഒരു ഫീസ് നിശ്ചയിച്ചിട്ടുള്ളത്. അപ്പോൾ അത് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു ഫീസിൽ കാര്യത്തിലൊക്കെ ചിലപ്പോൾ മാറ്റങ്ങൾ വരാൻ സാധ്യതയുണ്ട്. സോ എത്രയും പെട്ടെന്ന് സ്റ്റാർട്ട് ചെയ്യുക. ഒന്നാമത്തെ ദിവസം തൊട്ട് നിങ്ങൾ എന്ത് ചെയ്യുന്നു, നിങ്ങളിത് പഠിച്ചു തുടങ്ങണം. ഫെബ്രുവരി 2nd വീക്ക് ആകുമ്പോഴത്തേന് ഈ കോഴ്സ് നമ്മൾ കംപ്ലീറ്റ് ചെയ്യും. അപ്പോൾ മാറ്റങ്ങൾ നല്ലതാണ്, അതിനനുസരിച്ച് നമ്മൾ മാറുക എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ്.